നിറവിലേക്ക് സ്വാഗതം. ഈശോയെ, അങ്ങയെ കൂടുതൽ വിശ്വസിക്കുന്നവനും അങ്ങയിൽ കൂടുതൽ പ്രത്യാശിക്കുന്നവനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുന്നവനുമാക്കി എന്നെ മാറ്റണമേ. വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ ഈ പ്രാർത്ഥനയോട് ചേർന്ന് നമുക്ക് നിറവ് ആരംഭിക്കാം. ജോഷി ജോർജ് ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥാ. എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. അപരാധങ്ങൾ മൊഴിയും മധരം, അപദാനങ്ങൾ വാഴ്ത്തുകയായി. അപരാധങ്ങൾ മൊഴിയും മധരം, അപദാനങ്ങൾ വാഴ്ത്തുകയായി. തിരുനാമത്തിൻ നവചൈതന്യം ഹൃദയം നിറയെ പടരുകയായി. കാരുണ്യത്തിൻ പ്രഭയാൽ കരളിൽ ഉദയം നൽകി. കരളിൽ ഉദയം നൽകി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. കരചേർത്തിൻ്റെ ഉലയും തോണി കഥന കടലിൽ അലയുമ്പോൾ. കരചേർത്തിൻ്റെ ഉലയും തോണി കഥന കടലിൽ അലയുമ്പോൾ. നിരുപമമാകും തെളിനീരുറവ നൊമ്പരമേകും വൻമരുഭൂവിൽ വാത്സല്യത്തോടരികിൽ വിളിച്ചു കണ്ണീർ മാറ്റി. വിളിച്ചെൻ്റെ കണ്ണീർ മാറ്റി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി
സ്നേഹമായി മാറി. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. അപ്പൻ്റെയും മകൻ്റെയും സ്നേഹത്തെക്കുറിച്ചാണ് ബ്രദർ ബോണി ചെല്ലാനം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ബൈബിളിലെ ധൂർത്തപുത്രൻ്റെ കഥ ലോകത്തിലെ സകല ജാതിയിൽപ്പെട്ട മനുഷ്യർക്കും സുപരിചിതമാണ്. അത്രയും സൗരഭ്യം നിറഞ്ഞ, അത്രയും സുന്ദരമായൊരു കഥയാണ്. നമുക്കെല്ലാവർക്കും ആ കഥ അറിയാം. എന്നാൽ ആ കഥയ്ക്ക് ഒരു രണ്ടാം ഭാഗം, അങ്ങനെ ഒരു ഭാഗം ഉണ്ടായാൽ, അങ്ങനെ ഒരു രണ്ടാം ഭാഗം ഉണ്ടായാൽ അതെന്തായിരിക്കും? ഹോർമിസ് അച്ഛൻ പറഞ്ഞാണ് ഞാൻ ആ രണ്ടാം ഭാഗത്തെക്കുറിച്ച് കേൾക്കുന്നത്. നമുക്ക് ധൂർത്തപുത്രൻ്റെ കഥ അവസാനിക്കുന്നിടം വരെ നമുക്കറിയാം. പിതാവിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ സ്വത്തെല്ലാം വാങ്ങി ദൂരദേശങ്ങളിൽ പോയി അതെല്ലാം നഷ്ടപ്പെട്ട് അവസാനം പന്നികൾ ഭക്ഷിക്കുന്ന തവിട് പോലും കിട്ടാതെ വിഷമിച്ച് തിരിച്ചു വരുന്ന പുത്രനെ സ്വീകരിക്കുന്ന അപ്പൻ. അതാണ് കഥയുടെ അവസാന ഭാഗം. തൻ്റെ നഷ്ടപ്പെട്ടു പോയ മൃതനായിരുന്ന മകനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് വാദ്യഘോഷങ്ങൾ മുഴക്കി വലിയൊരു ആഘോഷമാക്കി മാറ്റി മുഴുത്ത ആടിനെ കൊന്ന് സകലർക്കും വിരുന്നു കൊടുത്ത് ആഘോഷമാക്കുന്ന അപ്പൻ. അങ്ങനെ ഒരു സന്തോഷദായകരമായ നിമിഷത്തിൽ കൊണ്ടുവന്നാണ് ആ കഥ അവസാനിക്കുന്നത്. നമുക്കിനി രണ്ടാം ഭാഗത്തിലേക്ക് വരാം. ധൂർത്തപുത്രൻ വന്നതിൻ്റെ ആഘോഷത്തിൻ്റെ എല്ലാ വിരുന്നുകളുടെ എല്ലാ തിരക്കുകളും അവസാനിക്കുന്നു. ഇപ്പോൾ പിതാവിൻ്റെ ഭവനത്തിൽ വിരുന്നൊഴിഞ്ഞ പന്തലുകളും ആളൊഴിഞ്ഞ കസേരകളും ഒക്കെ കാണാം. എല്ലാവരും തിരക്ക് ഒക്കെ കഴിഞ്ഞ്, വിരുന്നൊക്കെ കഴിഞ്ഞ് പോയി. പിതാവിൻ്റെ ഭവനത്തിൽ പിതാവ് കൊടുത്ത നല്ല വസ്ത്രങ്ങളിട്ട്, പുതിയ മോതിരങ്ങൾ അണിഞ്ഞ്, പുതിയ പാദരക്ഷകൾ അണിഞ്ഞ് ജീവിക്കുന്ന ഒരു സുന്ദരനായ മകനെ പോലെ ഇരിക്കുന്ന പുത്രൻ. എന്നാൽ അവൻ്റെ മുഖം വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. സാവധാനത്തിൽ അവൻ്റെ ആ മുഖത്ത് ഒരു വലിയ സങ്കടം നിറയുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, എല്ലാം ക്ഷമിച്ച് പിതാവ് സ്വീകരിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഈ വിഷമം? പിന്നെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ആരെല്ലാം വന്ന് ചോദിച്ചിട്ടും അവൻ കരച്ചിൽ തന്നെ. പുത്രൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് പിതാവിൻ്റെ അടുത്തെത്തി. പുത്രൻ ഇങ്ങനെ കരയുകയാണ്, ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല. ഒടുവിൽ പിതാവ് തന്നെ വരികയാണ്. മോൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, മോനെ, ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോ, ഒന്നിൻ്റെയും കണക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ, പിന്നെ എന്തിനാ എൻ്റെ കുഞ്ഞ് കരയുന്നത്? എന്താ നിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്? നീ പറ. മകനിങ്ങനെ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൻ ചോദിക്കുന്നുണ്ട്, എന്താ ഇനിയും നിനക്ക് വേണ്ടത്? എന്തെങ്കിലും കുറവുണ്ടായോ? ഞാൻ ഇനിയും എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? ഉടനെ പുത്രൻ പറഞ്ഞു, അപ്പൻ എനിക്കൊന്നും ചെയ്തു തരണ്ട. അപ്പൻ ചെയ്തു തന്നു തന്നെ വലിയ കരുണയാണ്. അപ്പൻ്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, മകനായിട്ടൊന്നും എന്നെ കാണണ്ട, ഒരു ദാസനായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ടും എന്നെ പുത്രനെ പോലെ സ്വീകരിച്ച് പുതിയ വസ്ത്രങ്ങൾ നൽകി. എന്നാൽ എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത് ഇതൊന്നുമല്ല. പിന്നെ എന്താണ്? ഞാൻ ഇവിടുന്ന്
അന്ന് സ്വത്തെല്ലാം വാങ്ങി പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ ധാരാളം കൂട്ടുകാരുണ്ടായിരുന്നു. ഞാൻ ചെല്ലുന്ന സ്ഥലത്തെല്ലാം അവർക്ക് വേണ്ടി എൻ്റെ കയ്യിലുള്ളതെല്ലാം കണക്ക് നോക്കാതെ കൊടുത്തു. അവരുടെ അത്യാവശ്യ സമയത്ത് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ കണക്കില്ലാതെ അവർക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ കയ്യിൽ പൈസ തീർന്നപ്പോൾ, എനിക്കൊരു നേരത്തെ ഭക്ഷണം കഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഞാൻ അവരുടെ മുമ്പിലെല്ലാം ചെന്നു. അപ്പ അവരെന്നെ അറിയുന്നൊരു ഭാവം പോലും കാണിച്ചില്ല. എൻ്റെ കയ്യിലുള്ളത് മുഴുവൻ വാങ്ങിച്ചെടുത്തവരവർ. എൻ്റെ കൂടെ സന്തോഷത്തിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നവരവർ. എല്ലാ സന്തോഷത്തിലും എന്നോടൊപ്പം മതിമറന്നവരവർ. എന്നിട്ടിപ്പോൾ എനിക്കൊരാവശ്യം വന്നപ്പോൾ അവരെല്ലാവരും എന്നെ കൈ ഒഴിഞ്ഞു കളഞ്ഞു. എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല. എനിക്ക് അവരോട് വല്ലാത്ത പകയുണ്ട്. എനിക്ക് ഉള്ളിൽ ഭയങ്കര ദേഷ്യം വരും. അത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോവുകയാണ്. ഇത് കേട്ടപ്പോൾ പിതാവ് ചെറിയൊരു പുഞ്ചിരിയോടെ ഈ മകൻ്റെ തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, അതാണോ കാര്യം? അത് നീ സാരമാക്കണ്ട. അപ്പം അപ്പൻ അങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ഞാൻ കൊടുത്തത് എത്രയാണെന്ന് അപ്പൻ അറിയില്ലല്ലോ. ഞാൻ അത്രയ്ക്കും അവരെ സ്വന്തം പോലെ കരുതി. അങ്ങനെയുള്ള അവരെന്നെ സഹായിക്കാതിരുന്നപ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകാതിരിക്കുമോ? അപ്പൻ അതങ്ങനെ നിസ്സാരമായിട്ട് കളയാനായിട്ട് എങ്ങനെയാണ് പറ്റുന്നത്? അപ്പൻ പുഞ്ചിരിയോടെ വീണ്ടും ആവർത്തിച്ചു, അത് പോട്ടെ, അവരെ ആരെയും കുറ്റം പറയണ്ട. അത് മുഴുവൻ ചെയ്തത് ഞാനാ. മകനൊന്നും മനസ്സിലാകുന്നില്ല. എന്ത് മോനെ, നീ ഇവിടെ നിന്ന് എൻ്റെ സ്വത്തുക്കളും വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ ആൾക്കാരെ നിൻ്റെ പിന്നാലെ വിട്ടിരുന്നു. അതെന്തിനാ? നീ ചെല്ലുന്നിടത്തെല്ലാം എൻ്റെ ആൾക്കാരുണ്ടായിരുന്നു. നീ എവിടെയെല്ലാം സഹായം ചോദിച്ചു വന്നാലും നിന്നെ സഹായിക്കരുതെന്ന് ഈ ഞാനാ പറഞ്ഞത്. മകനിങ്ങനെ അത്ഭുതം കൊണ്ട് കണ്ണു മിഴിച്ചു. അതെന്തിനാപ്പാ അങ്ങനെ ചെയ്തത്? ഞാൻ അവരോട് നിന്നെ സഹായിക്കരുതെന്ന് പറയാൻ കാരണം, അവരാരെങ്കിലും നിന്നെ സഹായിച്ചാൽ നീ ഇവിടെ വരുമായിരുന്നോ? നീ എൻ്റെ അടുത്ത് തിരിച്ചു വരാൻ, നിന്റെ അപ്പനായ എൻ്റെ അരികത്ത് നീ തിരിച്ചു വരാൻ ഞാൻ തന്നെയാണ് നിന്റെ സഹായങ്ങളെല്ലാം മുടക്കിയത്. ഒരാൾ പോലും നിന്നെ സഹായിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ അവരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടാണ് അവരെല്ലാം നിന്നെ സഹായിക്കാതെ വാതിലുകൾ കൊട്ടിയടച്ചു കളഞ്ഞത്. അപ്പോഴല്ലേ നിനക്ക് എന്നെ ഓർമ്മ വന്നത്? അതുകൊണ്ടല്ലേ ഇന്ന് നീ എൻ്റെ കൂടെ ആയിരിക്കുന്നത്? നിന്നെ ഇവിടെ വരുത്താൻ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു മോനെ. തൽക്കാലം നീ അതെല്ലാം ക്ഷമിക്കും. നീ അവരോടൊന്നും ദേഷ്യം വെക്കണ്ട. നിൻ്റെ അപ്പൻ്റെ സ്നേഹമാണെന്ന് ഓർത്താൽ മതി. ഇത് കേട്ടപ്പോൾ മകൻ്റെ ചങ്ക് പൊട്ടിപ്പോവുകയാണ്. തൻ്റെ അപ്പന് തന്നോട് ഇത്രയ്ക്കും സ്നേഹമുണ്ടായിരുന്നെന്ന് അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് അപ്പൻ്റെ നെഞ്ചിലേക്ക് വീഴുന്ന മകൻ. അങ്ങനെയാണ് ധൂർത്തപുത്രൻ്റെ 2ാം ഭാഗം അവസാനിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ ദൈവം നമ്മൾ അവനിൽ നിന്ന് ദൂരെ പോകുമ്പോൾ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ച്, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് പല കാര്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പ്രതിസന്ധിയായി, തടസ്സങ്ങളായി, ചിലപ്പോൾ ആരും സഹായിക്കാനില്ലാത്ത അനുഭവങ്ങളായി നമ്മുടെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെടും. ഓർത്തുകൊള്ളുക, നമ്മൾ അവൻ്റെ സന്നിധിയിലെത്താൻ അവൻ മുൻകൂട്ടി അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നമ്മളെ ആരെങ്കിലും സഹായിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവരോടാരോടും പരാതി വേണ്ട. അത് പിതാവായ ദൈവം ചെയ്ത പണിയാണത്. എന്തിനാ? നമ്മൾ പിതാവിലേക്ക് നോക്കാൻ, അവൻ്റെ സന്നിധിയിൽ തിരിച്ചു വരാൻ. കാരണം അവൻ അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നു. അവന് നമ്മളില്ലാതെ പറ്റില്ല. അതുകൊണ്ട് മറ്റു വാതിലുകളെല്ലാം അവൻ അടച്ചു കളയും. അത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആ ദിവ്യമായ സ്നേഹം മനസ്സിലാക്കി കിട്ടുന്നത്. ബൈബിളിൽ തന്നെ പഴയ നിയമത്തിലെ ഒരു പൂർവ്വ ജോസഫുണ്ട്. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ കുഞ്ഞുനാൾ തൊട്ട് തന്നെ രസകരമായിട്ട് കേട്ടിരുന്നിട്ടുള്ള കഥയാണ്.
എന്താണ്? സഹോദരന്മാരെല്ലാവരും കൂടി ജോസഫിനോട് കടുത്ത അസൂയ പൂണ്ട് ഒരു തട്ടിപ്പ് പറഞ്ഞ് അപ്പൻ്റെ അടുത്തുനിന്ന് ജോസഫിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ട് പിന്നീട് അവനെ മറ്റു രാജ്യക്കാർക്ക് വിറ്റ് തിരിച്ചു വന്ന അപ്പനോട് കള്ളം പറഞ്ഞു അവനെ കാട്ടുചെന്നായി പിടിച്ചു കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, ജോസഫ് ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. തന്നെ സംരക്ഷിക്കേണ്ട തൻ്റെ സഹോദരങ്ങൾ തന്നെ ചതിച്ചുകൊണ്ട് വിൽക്കുന്നു എന്നുള്ള സത്യം അവൻ അറിഞ്ഞിരുന്നു. പിന്നീട് കാലം കടന്നു പോകുമ്പോൾ ജോസഫ് ഈജിപ്തിൻ്റെ പ്രധാനമന്ത്രിയായി ഇങ്ങനെ തല ഉയർത്തി പിടിച്ചു നിൽക്കുമ്പോൾ അവൻ്റെ മുമ്പിലേക്ക് പണ്ട് തന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയ സഹോദരന്മാർ വന്നു നിൽക്കുന്നു. പകരം ചോദിക്കാനാണെങ്കിൽ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ജോസഫ് എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ അത് ദൈവം നന്മയാക്കാൻ വേണ്ടി നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഈ തിരിച്ചറിവാണ് ലോകത്തിന് നന്മയുളവാക്കാൻ നമുക്ക് ആവശ്യമുള്ളത്. ഈ തിരിച്ചറിവുള്ളപ്പോഴാണ് നമുക്കാരോടും പകയില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്. മറ്റു മനുഷ്യർ നമ്മളോട് ചെയ്യുന്ന എല്ലാ നിന്ദാപമാനങ്ങളും, എല്ലാ വാതിലടച്ചു കളയുന്ന അനുഭവങ്ങളും ദൈവം നമുക്ക് നന്മയാക്കാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലാൻ വേണ്ടി ഒരുക്കുന്ന ഓരോ അനുഭവങ്ങളാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. നല്ല നിലയിൽ ജോലിയിൽ പ്രവേശിച്ച ഒരു ചെറുപ്പക്കാരൻ പങ്കുവച്ചത് ഇങ്ങനെയാണ്: ഞാൻ ഇങ്ങനെ ആകാൻ കാരണം എൻ്റെ ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ഓർക്കും, ആ ചേട്ടൻ അത്രമാത്രം നല്ല അനുഭവങ്ങൾ പകർന്നിട്ടുണ്ടാവും. എന്നാൽ എന്താണ് ചേട്ടൻ തനിക്ക് ചെയ്ത നന്മയെന്ന് ആ ചെറുപ്പക്കാരൻ പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇന്ന് നല്ല ഒരു പ്രൊഫഷനിലെത്താനും നല്ല നിലയിൽ ജീവിക്കാനും ആധ്യാത്മികമായും ഭൗതികമായും ഞാൻ ഉയർന്നു വരാൻ എന്നെ സഹായിച്ചത് ചേട്ടനാണെന്ന് പറയുമ്പോൾ അദ്ദേഹം പങ്കുവെക്കുകയാണ്: ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ചേട്ടായിയാണ് കുടുംബം നോക്കുന്നത്. പെട്ടെന്നൊരു ദിവസം ചേട്ടായി വന്നിട്ട് പറഞ്ഞു, ഇവനെപ്പോലെ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവന് വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഈ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകണ്ട. എല്ലാവരും ഒരുപോലെ ജീവിക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഇനിമേൽ ഞാൻ ഈ കുടുംബത്തിന് വേണ്ട ഒന്നും തരില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ നടക്കും. കുടുംബച്ചെലവ് എല്ലാവരും കൂടി നോക്കട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെറുപ്പക്കാരനത് വല്ലാത്ത ഷോക്കായി. ചേട്ടനോട് ആദ്യം വല്ലാത്തൊരു അമർഷം തോന്നി. സാവധാനം ദൈവസന്നിധിയിൽ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിലൊരു വാശിയായി. എന്താണത്? പഠിക്കുകയും വേണം, വീടിന് ആവശ്യമുള്ളത് സമ്പാദിക്കുകയും വേണം. അങ്ങനെ അലസമായി പോകാവുന്ന നിമിഷങ്ങളെല്ലാം അധ്വാനത്തിൻ്റെതാക്കി. ഒരു സമയം പോലും പാഴാക്കാതെ പഠിക്കുകയും അധ്വാനിക്കുകയും ചെയ്തു. പാർട്ട് ടൈം ജോലിക്ക് പോയി പഠിച്ചു. ഇന്ന് നല്ല ഡിഗ്രിയും നല്ല ജോലിയും നല്ല ആധ്യാത്മികതയുമുള്ള ചെറുപ്പക്കാരനായി മാറി നിൽക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു, അന്ന് ചേട്ടൻ എന്നോട് അങ്ങനെ പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഞാനിന്നിങ്ങനെ ആവില്ലായിരുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമുക്ക് നൽകുന്ന തിക്താനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നന്മയുളവാക്കാനാണെന്ന് തിരിച്ചറിഞ്ഞാൽ ജീവിതം സുന്ദരമാകും. നമുക്കാരോടും ഒരു പകയുമില്ലാതെ സ്നേഹമായി ജീവിതം തുടരാൻ കഴിയും. അതിനുവേണ്ടിയാണ് നമ്മുടെ വിളി. നമുക്കതിനായി ആഗ്രഹിക്കാം. ആമേൻ. പതിവ് പോലെ നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. മറ്റുള്ളവരുടെ വാക്കുകളാണ് നമ്മളെ തകർക്കുന്നതും നശിപ്പിക്കുന്നതും എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറ്. എന്നാൽ മറ്റുള്ളവരുടെ വാക്കുകളേക്കാൾ സ്വന്തം ചിന്തകളും വാക്കുകളുമാണ് നമ്മളെ നശിപ്പിക്കുന്നതും തകർക്കുന്നതും എന്നതാണ് സത്യം. ആത്മഹത്യയുടെ പരിധിയിൽ
ശരീരത്തെ കൊല്ലുന്നതാണ് മിക്കപ്പോഴും നാം സങ്കല്പിക്കാറ്. എന്നാൽ നമ്മുടെ തന്നെ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ഹനിക്കാറുണ്ട്. അത്തരമൊരു സ്വയം ഹത്യയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ, അതിനെ അതിജീവിച്ച ഒരു പെൺകുട്ടിയെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വീഡിയോയിൽ നാം കാണുന്നത്. എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനൊരു തോൽവിയാണ്, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒരു സുഹൃത്ത് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ആ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുക? ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നീ വളരെ കഴിവുള്ള വ്യക്തിയാണ്, പലരും നിന്നെ സ്നേഹിക്കുന്നില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലേ, എന്തെല്ലാം കഴിവുകളാണ് നിനക്കുള്ളത്, ജീവിതത്തിൽ എന്തെല്ലാം നന്മകളാണ് നിനക്കുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സ്നേഹവും വാത്സല്യവും പ്രോത്സാഹനവും ഒക്കെ നൽകി നമ്മൾ അവരെ സഹായിക്കും. എന്നാൽ അതേ വ്യക്തികൾ തന്നെ ചെറിയ ഒരു കുറവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ
മാറിയിരുന്ന് വളരെ ഹാർഷായി നമ്മളെ തന്നെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും ചെയ്യും. മറ്റുള്ളവരോട് കാണിക്കുന്ന വാത്സല്യവും സ്നേഹവും കരുണയും ഒന്നും നമുക്ക് നമ്മളോട് തന്നെ കാണിക്കാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മുടെ പരാജയങ്ങൾക്ക് കാരണം, നമ്മുടെ പല വിഷാദങ്ങൾക്കും ദുഃഖങ്ങൾക്കും കാരണം. നമ്മുടെ തന്നെ വിമർശനങ്ങളിലും നെഗറ്റീവായ ചിന്തകളിലും അപകർഷതയിലുമൊക്കെ പെട്ട് ചങ്ങലകളിൽ പെട്ട് കഴിയുന്ന ഒരു യങ്ങർ സെൽഫ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട്. ആ കുഞ്ഞു സെൽഫിനെ കണ്ടെത്താനും അതിനെ സ്നേഹിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സൗഖ്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാതെ, സ്നേഹിച്ചു തുടങ്ങാതെ ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനായി കഴിയുകയില്ല. ഇന്നത്തെ ദിവസം നമുക്ക് നമ്മുടെ ഉള്ളിലെ വേദനിക്കുന്ന കുഞ്ഞു സെൽഫിനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കാം. അതിനാവശ്യമായ പരിഗണനയും സ്നേഹവും ആദരവും പ്രോത്സാഹനവും ഒക്കെ കൊടുത്ത് നമ്മളെ തന്നെ സുഖപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ, അങ്ങയെ കൂടുതൽ വിശ്വസിക്കുന്നവനും അങ്ങയിൽ കൂടുതൽ പ്രത്യാശ വയ്ക്കുന്നവനും അങ്ങയെ കൂടുതൽ സ്നേഹിക്കുന്നവനുമാക്കി എന്നെ മാറ്റണമേ. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ, ഒരിക്കലും മറക്കുവാൻ കഴിയാതെ യേശുവിൻ സാന്ത്വനം മനസ്സിൽ. എത്രയോ ധന്യം എൻ്റെ ജന്മം, എങ്ങനെ ചൊല്ലും നന്ദി നാഥാ, എന്നെയും കൈക്കൊണ്ടു നീ ജീവനിൽ സ്നേഹമായി മാറി.